കാലിക്കറ്റ് സംസ്കൃത സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ പുറത്താക്കി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കാലിക്കറ്റ് വി.സി. ഡോക്ടർ എം.കെ. ജയരാജനെയും സംസ്കൃത വി.സി. ഡോക്ടർ എം.വി. നാരായണനുമാണ് ചാൻസലർ കൂടിയായ ഗവർണർ പുറത്താക്കിയത്. യു.ജി.സി. യോഗ്യതയില്ലാത്തതിന്റെ പേരിലാണ് ഗവർണറുടെ നടപടി. യു.ജി.സിയുടെ മറുപടി ലഭ്യമായ ശേഷം ഡിജിറ്റൽ ഓപ്പൺ വി.സിമാരുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. KTU-VC ആയിരുന്ന ഡോക്ടർ എം.എസ്. രാജശ്രീയുടെ നിയമനം അസാധുവാക്കിയ സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് കാലിക്കറ്റ് വി.സി. ഡോക്ടർ എം.കെ. ജയരാജനെയും കാലടി സംസ്കൃത സർവകലാശാല വി.സി. ഡോക്ടർ എം.വി. നാരായണനെയും പദവിയിൽ നിന്ന് നീക്കിക്കൊണ്ട് ഗവർണർ കൂടിയായ ചാൻസലർ ഉത്തരവിട്ടത്. കാലിക്കറ്റ് വി.സിയുടെ നിയമനത്തിലുള്ള കമ്മിറ്റിയിൽ ഗവൺമെന്റ് ചീഫ് സെക്രട്ടറി പങ്കെടുത്തതും സംസ്കൃത സർവകലാശാലയിൽ പാനലിന് പകരം ഒരു പേര് മാത്രം നൽകിയതുമാണ് ഇരുവർക്കും തിരിച്ചടിയായത്. യു.ജി.സിയുടെ മറുപടി ലഭ്യമായ ശേഷം ഡിജിറ്റൽ ഓപ്പൺ വി.സിമാരുടെ നിയമനങ്ങളുടെ കാര്യത്തിൽ നടപടിയുണ്ടാകും. വി.സിമാരെ പുറത്താക്കാതിരിക്കാൻ ഗവർണർ നൽകിയ കാരണം കാണിക്കൽ നോട്ടീസ് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികളും ഇവർ വി.സിമാരായി തുടർന്ന് ചോദ്യം ചെയ്തുള്ള കോവാറണ്ടോ ഹർജികളും പരിഗണിച്ച ഹൈക്കോടതി വി.സിമാരുടെ വിശദീകരണം വീണ്ടും കേട്ട് തീർപ്പ് കൽപ്പിക്കാൻ ഗവർണർക്ക് 6 ആഴ്ച സമയം അനുവദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഗവർണറുടെ തീരുമാനം ഹൈക്കോടതിക്ക് കൈമാറും. ഗവർണർ നോട്ടീസ് നൽകിയ 11 പേരിൽ നിലവിൽ വി.സിമാരായി തുടർന്നിരുന്നത് 4 പേർ മാത്രമായിരുന്നു. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കാലിക്കറ്റ് സംസ്കൃത സർവകലാശാല ഡിജിറ്റൽ ഓപ്പൺ സർവകലാശാല വി.സിമാരെ ഹിയറിംഗിന് കഴിഞ്ഞ മാസം 24-ാം തീയതി ഗവർണർ നേരിട്ട് ക്ഷണിച്ചിരുന്നു. കാലിക്കറ്റ് വി.സിക്ക് വേണ്ടി അഭിഭാഷകൻ നേരിട്ട് ഹാജരായപ്പോൾ സംസ്കൃത വി.സിക്ക് വേണ്ടി അഭിഭാഷകൻ ഓൺലൈനായി ഹാജരായി. ഡിജിറ്റൽ സർവകലാശാല വി.സി നേരിട്ട് ഹാജരായെങ്കിലും ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ രാജിക്കത്ത് സമർപ്പിച്ചിരുന്നു. എന്നാൽ ഈ രാജിക്കത്ത് ഇതുവരെ ഗവർണർ സ്വീകരിച്ചിട്ടില്ല. നിലവിൽ നോട്ടീസ് നൽകിയിരുന്ന കേരള MG കുസാറ്റ് മലയാളം വി.സിമാർ വിരമിച്ചു. കണ്ണൂർ ഫിഷറീസ് വി.സിമാർ കോടതി വിധിയിലൂടെ പുറത്താകുകയും ചെയ്തു. കാർഷിക വി.സി കാലാവധി പൂർത്തിയാക്കിയപ്പോൾ നിയമന സർവകലാശാല വി.സി വിരമിച്ചിട്ട് 1 വർഷത്തിലേറെ ആയിട്ടും പകരം നിയമനം ഉണ്ടായിട്ടില്ല. അതേസമയം യു.ജി.സി പ്രതിനിധിയെ ഒഴിവാക്കി നടത്തിയ വെറ്റിനറി വി.സി നിയമനം ചട്ടവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നുവെങ്കിലും ഗവർണർ മറ്റു വി.സിമാരോടൊപ്പം അദ്ദേഹത്തിന് പിരിച്ചുവിടൽ നോട്ടീസ് നൽകിയിരുന്നില്ല. എന്നാൽ സിദ്ധാർത്ഥന്റെ മരണത്തെ തുടർന്ന് വി.സിയെ ഗവർണർ നിലവിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.